am coming soon. ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ ദൈവജനമേ ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസ് ചാനലിലൂടെ ദൈവം നമുക്ക് നൽകുന്ന റേമ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ നാളുകളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഇതൊന്നും അറിയാതെ പോകുന്നവനല്ല നമ്മുടെ ദൈവം. കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരുടെ ചില വേർപാടുകൾ നമുക്കറിയുന്ന ആളുകളിൽ നല്ല വിശുദ്ധരായി ജീവിച്ച പല ബഹുമാനപ്പെട്ട വന്യവൈദികരും കർത്താവിന് നിത്യഭവനത്തിലേക്ക് യാത്രയായി. പല സമർപ്പിതരും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത വിധം ചില നൊമ്പരങ്ങളുമായിട്ടാണ് അവരെല്ലാം കടന്നുപോയത്. COVID-19 മൂലം കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, തകർച്ചകൾ, കുടുംബത്തിലുണ്ടായ ചില ദുരന്തങ്ങളും നാശങ്ങളും, ഒരുപാട് വേദനകളും ആശങ്കകളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 23-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പ്രത്യാശയോടുകൂടെ പറയുന്ന ശക്തമായൊരു വചനമുണ്ട്. നമുക്കൊരുപാട് പേർക്ക് ആ വചനം അറിയാം. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എത്ര ശക്തമായ ദൈവത്തിൻ്റെ വചനമാണിത്. മരണ താഴ്വരയിലൂടെയാണ് ദാവീദ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ പ്രതീക്ഷകളെ ലംഘിച്ചുകൊണ്ട് പലരും മരണത്തിന് കീഴടങ്ങുകയാണ്. എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് തോമസ് കുട്ടി, അദ്ദേഹം ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ്. COVID-19 മൂലം തോമസ് കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പനും അമ്മയും 4 പേരാണ് ആ കുടുംബത്തിൽ നിന്ന് മരണം വഴി നിത്യതയിലേക്ക് പോയത്.
പലപ്പോഴും നമുക്ക് തോന്നും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലേ, എന്തുകൊണ്ട് ദൈവം ഇതിന് തീർപ്പുണ്ടാക്കാത്തത്? ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധിയോടെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഈ ദുരന്തം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി? ഈ രോഗം എന്നെ നശിപ്പിച്ച് കളയുമോ? ഞാൻ മരണപ്പെടുമോ? എൻ്റെ ജീവിതം തകർക്കുമോ? മരണഭയം മൂലം കഴിയുന്ന ആയിരങ്ങളെ നമ്മുടെ മധ്യയുണ്ട്. ഈ വചനം കൃത്യതയോടെ നമുക്ക് ഉറപ്പ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കർത്താവിൻ്റെ വചനത്തിന് പരാജയമില്ല. ഹല്ലേലൂയ. ജീവനുള്ള വചനമാണ്, അത് സുഖപ്പെടുത്തുന്ന വചനമാണ്, നമ്മെ അഭിഷേചിക്കുന്ന വചനമാണ്, ഏത് സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനമാണ് കർത്താവിൻ്റെ വചനം. ദാവീദ് പറയാണ്, മരണ താഴ്വര, എപ്പോൾ വേണമെങ്കിലും മരണം പിടികൂടാം. അന്ധകാരം നിറഞ്ഞ താഴ്വര, കണ്ണുനീരിന്റെ താഴ്വര. നമ്മൾ അനേകര് ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. കണ്ണുനീരിന്റെ, വേദനകളുടെ, ദുഃഖ ദുരിതങ്ങളുടെ, സങ്കടങ്ങളുടെ, മാറാവ്യാധിയുടെ താഴ്വരയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ ദാവീദ് പറയുന്ന ഒരു ഉറപ്പുണ്ട്. ഈ ഉറപ്പിലേക്ക് നമ്മളെല്ലാം കടന്നു വരണം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? അവിടുന്ന് കൂടെയുള്ളതിനാൽ. നമ്മുടെ കർത്താവ് മാറിയിരിക്കുന്നവനല്ല. നമ്മൾ അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളിലും ദുരിതങ്ങളിലും നമ്മളെ കൈവിട്ടു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മൾ അനുഭവിക്കുന്ന യാതനകളിലും ഈ മഹാമാരിയുടെ, പകർച്ചവ്യാധിയുടെ ഈ അനുഭവങ്ങളിലും അതുമൂലം നമുക്കുണ്ടാകുന്ന നാശങ്ങള്, നഷ്ടങ്ങള്, തകർച്ചകള്, പരാജയങ്ങള്, ഇതിന്റെ നടുവിൽ നമ്മെ വിട്ടുപോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തി, നമ്മെ സൗഖ്യമാക്കി, നമ്മെ വിശുദ്ധീകരിച്ച്, നമ്മളെ അനുഗ്രഹിച്ച്, നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്ത് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇപ്പൊ ചിലർക്ക് സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പലരും, വിശുദ്ധരായ പല മനുഷ്യരും ഈ പകർച്ചവ്യാധി മൂലം മരണപ്പെട്ടു പോയല്ലോ? പലരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് അവർക്ക് നിയോഗിച്ച ദൗത്യം പൂർത്തിയായി. ദൈവം അറിയാതെ ഒരു വ്യക്തി ഈ ലോകം വിട്ടു പോവില്ല. ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. മറ്റൊന്ന്, തൻ്റെ വിശുദ്ധരുടെ മരണം, തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം കർത്താവിനെ അമൂല്യമാണ്. നമ്മൾ സംശയിക്കേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇതുണ്ടായി? എന്തുകൊണ്ട് എനിക്ക് തന്നെ ഇത് സംഭവിച്ചു? യഥാർത്ഥ വിശ്വാസം വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി അവിടുത്തെ വിശ്വസ്തതയോർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. ദാവീദ് അതാ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല. ഈ സഹനത്തിലെ, ഈ പകർച്ചവ്യാധിയുടെ നിമിഷങ്ങളിലെ, ഈ മഹാമാരിയുടെ നാളുകളിലെ, നമ്മുടെ സങ്കട ദുരിതങ്ങളിലെ നമ്മൾ ഒറ്റയ്ക്കല്ല. കൂടെ കർത്താവായ ഈശോയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ സജീവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. നമ്മുടെ കുടുംബങ്ങളിലായിരുന്നു, ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈനിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം ഇറങ്ങി വരികയാണ്. നമ്മെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം, നമ്മെ അനുഗ്രഹിക്കുന്ന സാന്നിധ്യം, നമ്മെ ശക്തീകരിക്കുന്ന സാന്നിധ്യം, നമ്മെ അഭിഷേകം ചെയ്യുന്ന സാന്നിധ്യം ജീസസ് ജീസസ് അനേകരിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഗ്ലോറി 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 പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ സങ്കട കടലിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. കർത്താവ് കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഇപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോവിഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, മറ്റു പല നിയോഗങ്ങളും നിങ്ങൾക്ക് സന്ദേശമായിട്ട് അയക്കാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക്
നിങ്ങളുടെ സന്ദേശങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അടയാളങ്ങൾ നൽകും. പരിശുദ്ധാത്മാവ് അനേകരെ സുഖപ്പെടുത്തും. പരിശുദ്ധാത്മാവ് അനേകരെ എഴുന്നേൽപ്പിക്കും. മരണമുഖത്ത് തിരിച്ചു കൊണ്ടുവരും. പുതുജീവൻ നൽകും. വീണ്ടും ആരോഗ്യം നൽകും. ഈശോയെ, 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 ഈശോയെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാം വചനം. ആ വചനം നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. എങ്കിലും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:3 എന്താ വചനം പറയുന്നത്? എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ധൈര്യപൂർവ്വം നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ധൈര്യമാണ്. നമ്മുടെ മനോവീര്യം കെടുത്തിക്കളയുന്ന, നമ്മുടെ മനസ്സ് ദുർബലമാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണത, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസ വീര്യം, പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയമായ ഉണർവ് ഈ നാളുകൾ നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ധൈര്യപൂർവം ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് തരും. എത്ര വലിയ മഹാമാരിയെയും ചവിട്ടി നടക്കുവാനുള്ള ധീരത പരിശുദ്ധാത്മാവ് തരും. ഇവിടെ വചനം പറയാണ്, പരിശുദ്ധാത്മാവിനെ ധൈര്യപ്പെടുത്തി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വർഷിച്ച് പരിശുദ്ധാത്മാവ് കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. അനേകർക്ക് ആത്മാവ് സൗഖ്യം കൊടുത്തു. ഈ നാളുകളിൽ ഒത്തിരി പേരെന്നെ വ്യക്തിപരമായി വിളിച്ചു, ബ്രദർ, കർത്താവ് വീണ്ടും ഒരു പുതുജീവൻ തന്നു. ഇനിയുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈ ജീവിതം എനിക്ക് ഈശോയാ തന്നത്. ഡോക്ടർമാര് കൈവിട്ടു. ഞാൻ വെന്റിലേറ്ററിലായിരുന്നു, മരണമുഖത്തായിരുന്നു. കർത്താവാണ് എനിക്ക് ജീവൻ വീണ്ടും തന്നത്. ഇനി ഞാൻ പാപത്തിലേക്കില്ല. ഇനി ഞാൻ ഈശോയുടേതാണ്. എന്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയാണ്. ഞാനും എന്റെ കുടുംബവും കർത്താവിന് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയ. ഒരുപാട് പേര് സാക്ഷ്യം നൽകി. ഈ അടുത്ത ദിവസം തലശ്ശേരിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചു. ഡോക്ടർമാര് കൈയൊഴിഞ്ഞു. ഏകദേശം 1.5 മാസമാണ് അത് ആശുപത്രിയിൽ കഴിഞ്ഞത്. വെന്റിലേറ്ററിൽ തന്നെ 2-3 ആഴ്ചകൾ കഴിയേണ്ടി വന്നു. അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാണ്. അദ്ദേഹം വിളിച്ച് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഈശോയാണ് എനിക്ക് ഈ വീണ്ടും ജീവിതം തന്നത്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം എന്റെ കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അനേകരുടെ വിശ്വാസത്തെ തൊട്ടുണർത്തി പരിശുദ്ധാത്മാവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. തളരരുത്, നമ്മൾ ദുർബലരാകരുത്. അത് പിശാചിന്റെ കെണിയാണ്. നിരാശപ്പെടരുത്. നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ഈശോ. നമ്മൾ നിരാശപ്പെടാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കില്ല. നിയമോർത്തനം 31:6 പറയുന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുകയോ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. ഞാൻ നിന്റെ കൂടെ വന്ന് നിന്നെ ആശ്വസിപ്പിക്കും. നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. 27-ാം സങ്കീർത്തനം 3-ാം വചനം. നമുക്ക് വചനം കൂടി വായിച്ച് അല്പസമയം കർത്താവിനെ ആരാധിക്കാം. ഇവിടെ ദാവീദ് ഏറ്റുപറയാണ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. എന്റെ സഹോദരി സഹോദരങ്ങളെ, എന്തൊക്കെ സംഭവിച്ചാൽ ആത്മധൈര്യം കൈവിടരുത്. പരിശുദ്ധാത്മ നമ്മളെ ധൈര്യപ്പെടുത്തും. പരിശുദ്ധാത്മ നമ്മളെ ധൈര്യപ്പെടുത്തും. പരിശുദ്ധാത്മ നമ്മളെ ധൈര്യപ്പെടുത്തും. ഹോളി സ്പിരിറ്റ് anoint us, anoint us, anoint us. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിളിച്ച്, നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ച്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് വിളിച്ച്, സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച്, ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ധൈര്യത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി, മനോധൈര്യത്തിന്റെ ആത്മാവായി 10,000-ങ്ങളിൽ വരണമേ. സ്പിരിറ്റ് മൂവ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടാം. ആത്മാവിനെ വിളിച്ച് വിളിച്ച് പാടി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ആത്മാവിന്റെ തീ 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 കത്തട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, ഈശോയേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തി. എല്ലാവരും ചേർന്ന് പാടിക്കേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. രോഗാംശരായിരിക്കുന്നവരിലേക്ക്, വെന്റിലേറ്ററിൽ കഴിയുന്നവരിലേക്ക്, ഐസിയിൽ കഴിയുന്നവരിലേക്ക്, കോവിഡ് രോഗികളെ പരിചരിക്കുന്നവരിലേക്ക്, എല്ലാ ആരോഗ്യ പ്രവർത്തകരിലേക്ക്, രാജ്യം മുഴുവനിലും, ദേശം മുഴുവനിലും, സഭ മുഴുവനിലും പരിശുദ്ധാത്മാവേ പെരുമഴ പോലെ പെയ്തിറങ്ങുക. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഈശോ, ഈശോ കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്. കെട്ടുകൾ പൊട്ടട്ടെ. പൈശാചിക പീഡകള്, സാത്താനാധിപത്യങ്ങള്, തിന്മയുടെ ശക്തികള് ഈ മഹാമാരിയിലൂടെ നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പൈശാചിക പോരുകള്, സാത്താന്യ പീഡകള് യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. സ്പിരിറ്റ് anoint, anoint, anoint. Hallelujah, hallelujah. Amen, amen. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും. നമ്മൾ തളരരുത്, മനോധൈര്യം കെട്ടുപോരുത്. പരിശുദ്ധാത്മാവേ ധൈര്യം നൽകണമേ, പരിശുദ്ധാത്മാവേ ധൈര്യം നൽകണമേ, പരിശുദ്ധാത്മാവേ ധൈര്യം നൽകണമേ. മനോധൈര്യം, സകല ശക്തി, പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണത പരിശുദ്ധാത്മാവേ നൽകണമേ. സൈന്യനീര പോലെ എന്നെ വലഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ, സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും, യേശുവിനായി ഞാൻ പൊരുതും, യേശുവിനായി ഞാൻ പൊരുതും. കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു, ഈശോയേ, ഈശോ, 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 ഈശോ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചോ. കർത്താവേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകണമേ, അനേകരെ സൗഖ്യമാക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കൃപകൾ നൽകണമേ, സൗഖ്യം പകരണമേ, ഡെലിവറൻസുകൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, പ്രാർത്ഥിക്കാൻ വരം നൽകണമേ. ഈശോയേ, ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളെയും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ മഹാമാരിയുടെ നാളുകളിൽ അമ്മ മുന്നമേ നിന്ന് ഈ പട നയിക്കണമേ.
അമ്മ ഞങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ ഒരു മഹാമാരിക്കും ഒരു തിന്മയ്ക്കും ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. അമ്മ ഞങ്ങളെ കരം പിടിക്കണമേ, അമ്മ ഞങ്ങളെ ഏറ്റെടുക്കണമേ, അമ്മ എല്ലാം ക്രമപ്പെടുത്തി തരണമേ. വിശ്വാസ പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയം പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകൾ നമുക്ക് സ്വീകരിക്കാം. ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ എപ്രകാരമാണ് ഈ പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടത്, നമ്മൾ നേരിടുന്ന തകർച്ചകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം എന്താണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരുവചനത്തിലൂടെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത്, വിശ്വാസത്താൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. വിശ്വാസത്താൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഈ വാക്കുകൾ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ്. എത്ര ശക്തമായ ഭാഷയിലാണ് പൗലോസ് ലീഹ സഭാ മക്കളെ ഈ വചനം അറിയിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു മറ്റ് ഏത് സമയത്തേക്കാളും ഈ സമയം നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നൽകുന്ന മനോധൈര്യമാണ്. ഇത്ര വലിയ പ്രതിസന്ധി ആവട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, മഹാമാരികളാകട്ടെ, കഷ്ടനഷ്ടങ്ങളാകട്ടെ, ഇതിനെയെല്ലാം വിശ്വാസത്തോടെ അതിജീവിക്കുവാനുള്ള മനോധൈര്യം, സഹനശക്തി, ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് ഇത് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വചനത്തിൽ പൗലോസ് ലീഹായിലൂടെ കർത്താവിൻ്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ്. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ആ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസിന് ഇത്രയും ധൈര്യമുണ്ടായത്? ചുറ്റും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും പല വിധത്തിലുള്ള വെല്ലുവിളികളും തകർച്ചകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളും അവഗണനകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായിരുന്നു പൗലോസിൻ്റെ മിഷൻ യാത്രയിൽ ഉടനീളം. എന്നാൽ ഇതിൻ്റെ നടുവിൽ വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് എവിടുന്ന് കിട്ടി ധൈര്യം? ഇത് പരിശുദ്ധാത്മാവാണ് നൽകുന്നത്, പരിശുദ്ധാത്മാവാ തരുന്നത്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ധീരതയുടെ ആത്മാവാണ്. എത്ര വലിയ പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും സഹനങ്ങളെയും വെല്ലുവിളികളെയും മറികടക്കുവാനുള്ള ആത്മധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. മാതാപിതാക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, ബഹുമാനപ്പെട്ട വന്യവൈദികർക്ക്, സമർപ്പിതർക്ക്, കുടുംബസ്ഥർക്ക്, നമ്മുടെ യുവജനങ്ങൾക്കെല്ലാം ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യമാണ്, മനോധൈര്യം. അറിയാതൊരു ഭയം നമ്മളെയൊക്കെ പിടികൂടിയിരിക്കുകയാണ്. നമുക്ക് വിവേകം വേണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയചകിതരായി, നമ്മൾ അസ്വസ്ഥരായി, അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിക്കും, നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കും, നമ്മുടെ പ്രതിരോധശേഷി ക്ഷയിപ്പിക്കും. അപ്പോൾ ഭയം പിശാചിന്റെ തന്ത്രമാണ്. ഇവിടെ പൗലോസ് പറയാ, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, കാരണം ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയുടെ ലോകത്തിലല്ല, വിശ്വാസ മണ്ഡലത്തിലാണ്. വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസം. ഇതും പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസം അത് ജീവനുള്ള വിശ്വാസമാണ്, അത് ജീവിക്കുന്ന വിശ്വാസമാണ്.
ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 35-ാം വചനത്തിൽ കർത്താവിൻ്റെ അരൂപി പ്രകാരം പറയാണ്. ദ ബുക്ക് ഓഫ് ഹീബ്രു 10:35. നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. പലരും അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഒരു ദിവസം പലരും എൻ്റെ ഫോണിൽ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾ മുൻപ് ഷക്കേന ഓഫീസിലെ 2-3 മണിക്കൂർ സമയം പലരുടെയും പ്രശ്നങ്ങളും അവരുടെ വേദനകളൊക്കെ കേൾക്കാൻ ടെലിഫോൺ മിനിസ്ട്രിയിൽ ഞാൻ ഇരുന്നു. എൻ്റെ കർത്താവേ, അനേകര് വിളിച്ചു. അതിൽ പലരും പറഞ്ഞത്, സഹോദര, ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങളുടെ ആ ധൈര്യമൊക്കെ എവിടെ പോയതുപോലെ, ഒന്നും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല, എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിക്കുമോ? ഒരു സഹോദരി 37 വയസ്സ് അവൾക്കായ, അവൾ പറയാണ്, ഈ കോവിഡ് പിടിപിടിയ മരണമടഞ്ഞാൽ 3 മക്കളുള്ള എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരാ ഉള്ളത്? എൻ്റെ മക്കളെ ഓർത്തുള്ള വേദനയാണ്, വ്യാകുലതയാണ്. എൻ്റെ മക്കൾക്ക് അവരുടെ ജീവിതം എന്താകും, അവരുടെ ഭാവി എന്താകും? ഞാൻ പോയാൽ എൻ്റെ മക്കൾ നശിച്ചു പോകുമോ? ആ സഹോദരിക്ക് കോവിഡ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ആശങ്ക, പേടി, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയി, മനോധൈര്യം ചോർന്നു പോയി. ഞാൻ പറഞ്ഞ സഹോദരി, നീ വിഷമിക്കരുത്. കർത്താവ് സർവശക്തനാണ്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയാ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോക ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, പരാജയങ്ങൾ, അപ്രതീക്ഷിതമായ തകർച്ചകൾ, ചില പ്രിയപ്പെട്ടവരുടെ ചില മരണങ്ങൾ, വേർപാടുകൾ, ഇതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. നമ്മൾ ഈ ദിനങ്ങളിൽ അനേകരത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിലും വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള ആത്മധൈര്യമാണ് പരിശുദ്ധാത്മാവ് ഓരോ ദൈവ പൈതലിനും പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള പവർ ഹോളി സ്പിരിറ്റ് തരും. ഞാനത് പറയാൻ കാരണം, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എൻ്റെ പ്രിയ സുഹൃത്ത് തോമസ് കുട്ടി, ഒരേ ഒരു മകനുള്ളൂ. ആ കുഞ്ഞിനെ ജോവാൻ, അവനിപ്പോൾ +2 എത്തിയിരിക്കുകയാണ്. അപ്പൻ പോയി, അമ്മ പോയി, വല്യപ്പച്ചൻ പോയി, വല്യമ്മച്ചി നഷ്ടപ്പെട്ടു. ഒരേ ഒരു മകൻ, അവൻ ശരിക്കും ഒരു ഓർഫനെ പോലെയായി. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതൊക്കെ അംഗീകരിച്ച് അവൻ്റെ വിശ്വാസം, അവൻ ടീനേജറാണ്, ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ വളരെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവാണ്. തോമസ് കുട്ടി, അദ്ദേഹത്തിൻ്റെ അനുജൻ ജോമോൻ, അദ്ദേഹം ഒരു അച്ഛനാണ്. സീമായ സഭയിൽ വിജിനോ രൂപതയിൽ അദ്ദേഹം വൈദിക ശുശ്രൂഷ ചെയ്യാണ്. അച്ഛൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ ഓക്കെയാണ്, കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ചേട്ടനും ചേച്ചിയും അപ്പനും അമ്മയൊക്കെ ഈ രോഗം മൂലം വേർപെട്ടു പോയി, എങ്കിലും ഞാൻ ഓക്കെയാണ്, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. ഇത് ഒരു കുടുംബത്തിനൊരു വ്യക്തിയുടെ അനുഭവമല്ല. എത്രയെത്രയോ കുടുംബങ്ങളിൽ, എത്രയെത്രയോ ജീവിതങ്ങളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെയെല്ലാം അതിജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കും, നമ്മളെ ബലപ്പെടുത്തും. അതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ഞങ്ങളെ ചുറ്റും 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളെ മൂടിക്കളയുമാറ് പ്രതിബന്ധങ്ങൾ ഞങ്ങൾ ഉയർന്നു നിൽക്കുക ഞങ്ങളുടെ തലയ്ക്ക് മീതെ. ഞങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളുമുണ്ട്, ശത്രുക്കളുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുറപ്പോടെ വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവായി, മനോധൈര്യത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, ആത്മശക്തിയുടെ
ചൈതന്യമായി നമ്മളിൽ നിറയാൻ ഒരു നിമിഷ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. സ്തുതി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിനെ വിളിച്ച് മനോധൈര്യം, ആത്മധൈര്യം, ആത്മശക്തി അനേകരിൽ നിറയട്ടെ. ഭയത്തിന്റെ അകാരണമായ ഭയം, വീരത്വം എല്ലാം വിട്ടുമാറി പോകട്ടെ. സംശയങ്ങൾ വിട്ടുമാറി പോകട്ടെ. കർത്താവേ സ്തുതിക്കുന്നു. ജനത്തോട് കരുണ കാണിക്കണമേ. നിന്റെ ജനത്തോട് കൃപ ചെയ്യണമേ. ഈശോ സ്തുതിക്കുന്നു. പവർ ഇപ്പോൾ തന്നെ ശക്തി പുറപ്പെടട്ടെ. കുടുംബങ്ങൾക്ക് ശക്തി പുറപ്പെടട്ടെ. ഹോസ്പിറ്റലായിരിക്കുന്നവർക്ക് ശക്തി പുറപ്പെടട്ടെ. കോവിഡ് മൂലം കഷ്ടപ്പെടുന്നവരിലേക്ക് സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. അനേകരിലേക്ക് ഈ സമയം പരിശുദ്ധാത്മാവ് മനോധൈര്യത്തിന്റെ അരൂപിയായി കടന്നു വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ച മരണഭയത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മ പൊട്ടിക്കുന്നുണ്ട്. സ്പിരിറ്റ് മൂവ്. ജീസസ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അനേകർക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടും കർത്താവ് തരുന്നുണ്ട്. ഞാൻ നിനക്ക് പുതിയ ആരോഗ്യം തരും. കർത്താവിന്റെ വാഗ്ദാനമാണ് പുതിയ ആരോഗ്യം, പുത്തനായിട്ടുള്ളൊരു ഫലം, ഒരു ഫ്രഷ് അനോയിന്റിങ്, ഫ്രഷായൊരു പവർ പരിശുദ്ധാത്മാവ് നൽകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലത്. കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം. നമ്മളെ സംരക്ഷിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് തരം മണ്ഡലങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പറയാണ്. ഒന്ന് വിശ്വാസത്തിന്റെ മണ്ഡലം, രണ്ട് കാഴ്ചയുടെ മണ്ഡലം. നമ്മളിത് ഏത് മണ്ഡലത്തിലാണ് പ്രിയപ്പെട്ടവരെ? വിശ്വാസ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നൊരു വ്യക്തിക്ക്, ദൈവാശ്രയത്വമുള്ളൊരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുവാനുള്ളൊരു വ്യക്തിക്ക് ഇതിനിൽ അതിജീവിക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് പ്രദാനം ചെയ്യും. പൗലോസ് പറഞ്ഞു, കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാം വചനം. അവിടെ എന്താ ശ്ലീഹ പറഞ്ഞത്? 4:18 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഇതിലൂടെയെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം കണ്ട് ജീവിക്കേണ്ടവരല്ല, നിത്യത കണ്ട് ജീവിക്കേണ്ടവരാണ്. നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും, ഓരോ വിശ്വാസിയും. നിത്യജീവന്റെ ജീവിതം നമ്മളിവിടെ നയിക്കണം. ഈ മഹാമാരിയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത. ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയിൽ ഒരു 32 വയസ്സ് പ്രായമായിട്ടുള്ളൂ. റോമിൽ ഉപരിപഠനത്തിൽ അവിടെ പഠിക്കുകയായിരുന്നു. ലീബിനിവിടെ വന്നതാണ്. അച്ഛനെ കോവിഡ് പിടിപെട്ട്. ഇന്ന് അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. 10,000 ഓൺലൈനിലൂടെ ആ ശുശ്രൂഷകളൊക്കെ കണ്ടു. വെറും 32 വയസ്സ് പ്രായം. നല്ലൊരു പാട്ടുകാരൻ അച്ഛൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചെറിയ അച്ഛൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നല്ല വിശുദ്ധനായൊരു വന്ധ്യവൈദികൻ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. നമ്മുടെ ആൻഡോ കണ്ണമ്പുഴ അച്ഛൻ ദൈവകരുണയുടെ പ്രേക്ഷിതനായിരുന്നു. ദൈവകരുണ ശക്തിയോടെ പ്രഘോഷിച്ച കർത്താവിൻ്റെ വന്യ പുരോഹിതനായിരുന്നു. ബഹുമാനപ്പെട്ട ആൻഡോ കണ്ണമ്പുഴ അച്ഛൻ നമ്മളെ വിട്ടുപോയി. ഏകദേശം 200-ലധികം വൈദികരെ, ഏകദേശം 300-ന്റെ അടുത്ത് സമർപ്പിതർ, ഏകദേശം 500-ഓളം വൈദിക സമർപ്പിത ആത്മാക്കള് ഈ മഹാമാരി മൂലം നമ്മളെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉറ്റവര്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ തളർന്ന് നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇതിലൂടെ ഒരു വെളിപാട്, റെവലേഷൻ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. എന്താണ് ആ വെളിപാട്? നമ്മൾ നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണം. ഇനി പാപം പൂർണ്ണമായി ഉപേക്ഷിക്കണം. പാപത്തെ വിട്ടുപേക്ഷിച്ച് പരിപൂർണമായും കർത്താവിലേക്ക് തിരിഞ്ഞ്
നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. നിത്യതയുടെ പ്രത്യാശ. അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ദൃശ്യമായവയല്ല, അനശ്വരമായതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം ഈ ലോകമല്ല, ഈ ലോകത്തിന് സുഖങ്ങളല്ല, ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളുമല്ല. ഏതാനും ചിലരെങ്കിലും എന്നോട് പ്രകാരം പറഞ്ഞു, ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. ഇപ്പോഴും പലരുടെ ധാരണ ഇത് കഴിഞ്ഞിട്ട് വേണം വിനോദങ്ങള്, ആർഭാടങ്ങൾ, ആഘോഷങ്ങള്, ഉല്ലാസങ്ങള്, എന്റർടൈൻമെന്റുകൾ ഇതിൽ മുഴുകി ജീവിക്കാൻ. ഉല്ലാസങ്ങളും ആഘോഷങ്ങളും വിനോദങ്ങളൊക്കെ വേണം പ്രിയപ്പെട്ടവരെ. അതിലെല്ലാം പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമുക്ക് തീരുമാനമെടുക്കാം, ഇനി പരിശുദ്ധാത്മാവില്ലാത്ത വിനോദങ്ങൾ എനിക്ക് വേണ്ട, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ആർഭാടങ്ങളും ആഘോഷങ്ങളും എനിക്ക് വേണ്ട. അതെന്തുമാത്രം എനിക്ക് സുഖവും സന്തോഷം തരുന്നതാണെങ്കിലും അതെല്ലാം വിട്ടുകളയാനുള്ള തീരുമാനം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഈ മഹാമാരിയിലൂടെ സ്വർഗം നമ്മെ അറിയിക്കുന്ന സത്യം ഇതാണ്. ജീസസ്, ജീസസ്, ജീസസ്. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം ഈ ലോകമല്ല, അദൃശ്യമായതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് വിശ്വാസത്തിന്റെ മണ്ഡലം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്നവർക്ക് എന്താ? പൗലോസ് പറഞ്ഞു, കൊരിന്തോസ് സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വചനം, 15-19 നമുക്ക് എടുത്ത് ഒന്ന് വായിക്കാം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ശ്രദ്ധിക്കണം, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം. അപ്പോ ഈ ലോകത്തിന്റെ ചിന്തകള്, അതാണ് പലപ്പോഴും നമ്മുടെ കുഴപ്പം. ഇത്രയും അടയാളങ്ങളും ഇത്രമാത്രം മുന്നറിയിപ്പുകൾ, ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. പരിശുദ്ധ അമ്മ ലോകത്തിലെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുക. ഈ ലോകത്തിന്റെ പാപം കണ്ട്, ഈ ലോകത്തിന്റെ മ്ലേച്ഛത കണ്ട്, ഈ ലോകത്ത് സംഭവിച്ചു പോയി വിശ്വാസത്യാഗം കണ്ട്, ദൈവനിഷേധവും ദൈവദൂഷണവും സ്വവർഗഭോഗങ്ങളും അബോർഷനും കൊടിയ തിന്മകൾ കണ്ട് അമ്മ കരയുകയാ. ഈ കരച്ചില് സ്വർഗത്തിന്റെ കരച്ചിലാണ്. ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. ഇതിലൂടെ എനിക്ക് എന്താ ദൈവം പറയുന്നു? മക്കളെ, തിരിച്ചു വരണം, മനസാന്തരപ്പെടണം. ഈ ലോകം കണ്ട് ജീവിക്കരുത്. ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. എൻ്റെ മക്കളെ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നിത്യജീവന്റെ ജീവിതം നയിക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും വചനം അനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ജീവിക്കുക. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് സർവാധിപനായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, യാതൊന്നുമില്ല. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ളവരല്ല നമ്മൾ. നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ ദൈവം മാറ്റുകയാണ് ഈ മഹാമാരിയിലൂടെ. നമ്മുടെ ചില മനോഭാവങ്ങൾ ദൈവം മാറ്റി എഴുതുകയാണ് ഈ പ്രതിസന്ധിയുടെ നാളുകളിലൂടെ. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഈശോയെ നന്ദി. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിന്ന് വിളിച്ച് യേശുനാമം വിളിച്ച് കൃപ നിറയണം, അഭിഷേകം നിറയണം, പരിശുദ്ധാത്മ പ്രവർത്തിക്കണം. കർത്താവേ, ഈ തിരിച്ചറിവ് നൽകണം. ബുദ്ധിയിൽ അന്ധകാരം മാറട്ടെ, ബുദ്ധിയിലുള്ള അന്ധകാരം മാറട്ടെ. വെളിച്ചം നൽകണമേ, ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ. കർത്താവേ, വചനം നൽകണമേ, പരിശുദ്ധാത്മ സാന്നിധ്യം നൽകണമേ. ഈശോയെ, 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 ഈശോയെ വിശ്വസിച്ച് വിളിക്കേ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നൽകണമേ, കൃപ നൽകണമേ. ആ വരികൾ നമുക്കൊന്ന് പാടാം. സുഖമാക്കണമേ, സുഖമാക്കണമേ. ആ വരികൾ എല്ലാവരും ചേർന്നത് പാടിക്കേ. കർത്താവെ സുഖമാക്കണമേ, കർത്താവെ സുഖമാക്കണമേ. റാഫയായി വരണമേ, സൗഖ്യമായി വരണമേ, ഡെലിവറൻസ് ആയി വരണമേ, അഭിഷേകമായി വരണമേ, ശക്തിയായി വരണമേ, കരുണയായി വരണമേ. Lord, heal now, heal now. ഇപ്പോൾ തന്നെ സുഖമാക്കണമേ. ഈശോയേ,
സുഖമാക്കണേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ച് യേശുവേ സുഖമാക്കണേ. ഞങ്ങളെ കടന്നു പോകരുത് കർത്താവേ. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഭയത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകട്ടെ. യേശുവേ സുഖമാക്കണേ. ഹീൽ 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 ജീസസ്. ഈശോയെ യേശുവേ സുഖമാക്കണേ. ഈശോയെ ഈശോയെ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കേണ്ടത് കാഴ്ചയുടെ മണ്ഡലത്തിലല്ല, വിശ്വാസ മണ്ഡലത്തിലാണ്. വിശ്വാസ ബോധ്യങ്ങളിലാണ്, വിശ്വാസ ചൈതന്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അതിലിങ്ങനെ മനസ്സ് പതിച്ച് ജീവിച്ചാൽ നമുക്കൊരിക്കലും പ്രത്യാശ കിട്ടില്ല, നമുക്കൊരിക്കലും ധൈര്യം കിട്ടില്ല, നമുക്ക് ആനന്ദിക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത്. അപ്പം നമ്മൾ വിശ്വാസ മണ്ഡലത്തിലാണോ കാഴ്ചയുടെ മണ്ഡലത്തിലാണോ? പരിശുദ്ധാത്മ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. രാജാക്കളുടെ 2-ാം പുസ്തകത്തിൽ ഈ 2 മണ്ഡലങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അവിടെ പ്രവാചകനായ ഏലീഷ, അദ്ദേഹത്തിൻ്റെ ഭൃത്യനായ ഗഹസി. ഏലീഷ വിശ്വാസ മണ്ഡലത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടത്. വിശ്വാസത്തിലൂടെയാണ് അദ്ദേഹം എല്ലാം ചെയ്തത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വലിയ പവർ ഏലീഷ പ്രവാചകനുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് തീയുള്ള പ്രവാചകനായിരുന്നു ഏലീഷ. തീ പിടിച്ച ആത്മാവായിരുന്നു ഏലീഷ പ്രവാചകൻ. ഗഹസി അവൻ കാഴ്ചയുടെ ലോകത്തിൽ മാത്രം ആശ്രയിച്ചിങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. തന്മൂലം എന്തുണ്ടായി? അവന് മനോധൈര്യം നഷ്ടപ്പെട്ടു, അവന് പ്രത്യാശ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, അവന് തീഷ്ണത നഷ്ടപ്പെട്ടു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം അവിടെ 9-10 വചനങ്ങൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഈ സിറിയ രാജാവ് ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വരുമ്പോൾ എലീശ പ്രവാചകൻ പറയും, നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനെ സന്ദേശം അയച്ചു. അതുകൊണ്ട് സിറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഇസ്രായേൽക്കാരെ അത്ഭുതകരമായി പലപ്പോഴും രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ സിറിയ രാജാവ് ചിന്തിച്ചു, എൻ്റെ പട്ടാളക്കൂട്ടത്തിനിടയിൽ ആരോ ഒറ്റുകാരൻ, ഒരു ചതിയനുണ്ട്. ഇവനാണ് ഇസ്രായേൽ രാജാവിനെ തൻ്റെ നീക്കങ്ങളും തൻ്റെ തീരുമാനങ്ങളും താൻ എടുക്കുന്ന ഓരോ ഡിസിഷനും അറിയിക്കുന്നത് ഈ ചാരനാണ്, ഈ ചതിയനാണെന്ന് രാജാവ് അങ്ങ് ചിന്തിച്ചു. അപ്പോൾ ഈ രാജാവിൻ്റെ കൂട്ടത്തിലുള്ളൊരു ഭൃത്യം പറഞ്ഞു, പട്ടാളക്കാരൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ കൂട്ടത്തിൽ ആരും ചതിയന്മാരായിട്ടില്ല, എല്ലാവരും വിശ്വസ്തരാണ്. ഈ പണി പറ്റിക്കുന്നത് ഇസ്രായേലിലുള്ള ഒരു പ്രവാചകനുണ്ട്, ഏലീഷ. അവനാണ് ഈ പണി ചെയ്യുന്നത്. അവനെ കൊന്നാൽ, അവനെ നമ്മൾ നശിപ്പിച്ചാൽ, അവനെ നമ്മൾ ഇല്ലാതാക്കിയാൽ രാജാവെ അങ്ങേക്ക് നിഷ്പ്രയാസം ഇസ്രായേൽ രാജാവിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സിറിയ രാജാവ് ഒരു വലിയ സൈന്യത്തെ വിടുകയാണ്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലെ 12-14 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6-12-14 വചനങ്ങൾ. ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്ന ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീശയാണ്. അതാണ് പ്രൊഫറ്റിക് അനോയിന്റിങ്ങിന്റെ പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൊഫറ്റിക് അനോയിന്റിങ്ങിന്റെ പവർ അതാണ്. പരിശുദ്ധാത്മ പ്രവചനാത്മാവായി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സുരക്ഷിതരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, അവന്റെ പോരുകളിൽ നിന്ന്, അവന്റെ ചതികളിൽ നിന്ന്, അവൻ ഒരുക്കുന്ന എല്ലാവിധ കെണികളിൽ നിന്നും പരിശുദ്ധാത്മ നമ്മളെ സംരക്ഷിക്കും. വീണ്ടും 14-ാമത്തെ വചനം ശ്രദ്ധിച്ച് അവിടെ എന്താ പറയുന്നത്? രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. കണ്ടോ, അവർ രാത്രി നഗരം വളഞ്ഞു. എലീശ താമസിച്ചിരുന്ന പട്ടണം, ആ വലിയ സൈന്യം വളയുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ എലീശയുടെ ഭൃത്യൻ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. 15-ാമത്തെ വചനം 6-15 എന്താ പറയുക? ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? ശ്രദ്ധിച്ചേ, അയ്യോ യജമാനനെ, നാം എന്താണ് ഒരു ചെയ്യുക? വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ അവർ നിൽക്കുകയാണ്, മരണമുഖത്ത് നിൽക്കുകയാണ്.
ഈ സൈന്യം ഞങ്ങളെ പിടിച്ച് കൊന്നുകളയും. ഈ ഭൃത്യന് നല്ലതുപോലെ അറിയാം ഇത് സിറിയ രാജാവിന്റെ സൈന്യമാണെന്ന് ഈ ഭൃത്യന് മനസ്സിലായി. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇതാണ് കാഴ്ച. അവന്റെ മനോധൈര്യം പോയി, അവന്റെ ആത്മധൈര്യം നശിച്ചു. അവൻ ഭയചകിതനായി, മരണഭയം അവനെ പിടികൂടി. അവൻ പറഞ്ഞു, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാം നശിച്ചു. ദൈവമേ, യജമാനന് നമ്മൾ എന്തു ചെയ്യും? ഈ നിലവിളിക്ക് പ്രവാചകനായ എലീശ കൊടുത്ത മറുപടി എന്താണ്? എലീശയുടെ മറുപടി എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? വാക്യം 16 നമുക്ക് ശ്രദ്ധിക്കാം. 16-ാം വചനം. എലീശ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ പറയാണ്, ഭയപ്പെടേണ്ട ഗഹസി, നീ പേടിക്കണ്ട. ആ വലിയ സൈന്യത്തെക്കാളും വരുന്ന അതിനേക്കാളും വലിയ സൈന്യം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ടി പൊരുതാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആ വലിയ സൈന്യത്തെക്കാളും മഹത്തരമായ സൈന്യം നമുക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടുപേരും ഫേസ് ചെയ്ത ഒരേ പ്രശ്നമാണ്, ഒരേ വിഷയമാണ്. രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് രണ്ട് തരമാണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ അത് പ്രതികരിക്കുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകത. പരിശുദ്ധാത്മ നൽകുന്ന ഫെയ്ത്ത് ഇതാണ്. എലീശ ജീവിച്ചത് വിശ്വാസ മണ്ഡലത്തിലായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. ആത്മാവ് അവനെ ഇൻസ്പയർ ചെയ്തു. എലീശ, നീ നോക്ക്, വിശ്വാസത്തിൽ എലീശ കണ്ടപ്പോൾ കർത്താവിന്റെ സൈന്യം, മുഖ്യ ദൂതന്മാരും അതുപോലെ തന്നെ കർത്താവിന്റെ ശക്തരായ ദൂതന്മാരെ അവരെ വളഞ്ഞിരിക്കുകയാണ്. ഒരു തിന്മയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല, ഒരു സൈന്യത്തിനും തൊടാൻ പറ്റാത്ത വിധത്തിൽ അവരെ വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ദാവീദ് പറഞ്ഞത്. 27-ാം സങ്കീർത്തനം 3-ാം വചനത്തിൽ ദാവീദ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ആത്മധൈര്യം ഞാൻ നഷ്ടപ്പെടുത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്. ഇവിടെ എലീശ പറഞ്ഞു, ഗഹസി, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ വിശ്വാസ മണ്ഡലത്തിൽ ആത്മാവിൽ നിറഞ്ഞ് എലീശ കണ്ടു കർത്താവിന്റെ ശക്തരായ ദൂതന്മാരെ. ഹല്ലേലൂയ. ആ ഏഞ്ചലിക് മിനിസ്ട്രി. കർത്താവിന്റെ സൈന്യമേ ഞങ്ങളെ സംരക്ഷിക്കണം. ഒരു 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞ്, കർത്താവിന്റെ സൈന്യമേ, കർത്താവിന്റെ സൈന്യമേ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവിന്റെ സൈന്യമേ, കർത്താവിന്റെ സൈന്യമേ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവിന്റെ സൈന്യമേ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. സൈന്യനീരെ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താൽ യേശുവിനായി, ആമേൻ, 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 യേശുവിനായി ഞാൻ പൊരുതും. അതിനുള്ള പ്രാപ്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാം. എലീശ പറഞ്ഞു, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. വാക്യം 17 എന്താ ഉണ്ടായത്? അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും മല, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. വിശ്വാസ മണ്ഡലം. ദൈവമക്കളെ, ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. വാക്ക് ബൈ ഫെയ്ത്ത്, വാക്ക് ബൈ ഫെയ്ത്ത്, വാക്ക് ബൈ ഫെയ്ത്ത്. ഈ വിശ്വാസ വീര്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ആയിരങ്ങൾക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മളിത് മനസ്സിലാക്കണം. ഒരു കാര്യം
എൻ്റെ സഹോദരി സഹോദരങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ? കർത്താവിനെ ആശ്രയിക്കുന്നവരാണോ നമ്മൾ? കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുന്നവരാണോ നമ്മൾ? ഒരു തിന്മയ്ക്ക് നമ്മൾ അടിക്കാൻ പറ്റത്തില്ല. ഒരു മഹാമാരിക്ക് നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. മഹാമാരി എന്നാവട്ടെ, ഒരു പകർച്ചവ്യാധിയോ പ്രകൃതിക്ഷോഭങ്ങളോ ഇനി മറ്റു പല വിനാശങ്ങളോ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ തകർക്കാൻ സാധിക്കില്ല ദൈവമക്കളെ, സാധിക്കില്ല. പുറപ്പാടിന്റെ പുസ്തകം 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വിവിധങ്ങളായ 10 മഹാമാരികൾ നമ്മൾ കാണുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള 10 ടൈപ്പ് മഹാമാരികൾ. ഈ മഹാമാരികൾ ഈജിപ്തുകാരുടെ മേൽ വരികയാണ്. ജനലക്ഷങ്ങൾ ചത്തുവീണു, കടിഞ്ഞൂൽ പുത്രന്മാര് മരണപ്പെട്ടു, മൃഗങ്ങൾ ചത്തുവീണു, പരുക്കളും വ്രണങ്ങളും കുരുക്കുകളും പൊട്ടിയൊലിച്ച് അന്ധകാരം വ്യാപിച്ചു. വെട്ടുകിളികള്, തവളകള്, പേൻ, ഈച്ച, ഇതെല്ലാം രാജ്യം മുഴുവൻ പെരുകി. ജനജീവിതം ദുസ്സഹമായി. ആയിരങ്ങൾ 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 മരിച്ചു വീഴുകയാണ്. ഈ മഹാമാരികളുടെ നടുവിൽ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിച്ചു. തൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രബലമായ കർത്താവിൻ്റെ കരങ്ങൾ വലിയ പവർഫുള്ളാണ് പ്രിയപ്പെട്ടവരെ, അതിശക്തങ്ങളാണ്. പുറപ്പാടിന്റെ പുസ്തകം 8-ാം അധ്യായം 22-ാം വചനത്തിൽ ദൈവത്തിന്റെ അരൂപി നമ്മൾ അറിയിക്കുകയാണ്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എന്നാൽ എന്റെ ജനം വസിക്കുന്ന ഗോഷ്യൻ പ്രദേശത്തെ, എന്റെ ജനം വസിക്കുന്ന ഗോഷ്യൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും. അപ്പൊ ഒഴിച്ചു നിർത്താൻ ദൈവത്തിന് പറ്റും, മാറ്റി നിർത്താൻ ദൈവത്തിന് പറ്റും. രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ നമ്മള് തെറ്റിദ്ധരിക്കരുത്. ചില പ്രിയപ്പെട്ട ഒരു മരണമടഞ്ഞപ്പോൾ അവര് പാപികളായിരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്? അല്ല ദൈവമക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒന്ന്, ദൈവം അവർക്ക് നൽകിയ ദൗത്യം പൂർത്തിയായി. 2, കർത്താവിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം അമൂല്യമാണ്, അമൂല്യമാണ്. അവിടെ ആത്മാക്കളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. അവർ ഭൂമിയിലായിരിക്കുന്നതിനേക്കാളും സ്വർഗത്തിൽ തന്നോടുകൂടെ ആയിരുന്നു വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഇതൊന്നും പിടികിട്ടത്തില്ല. ദൈവം സർവജ്ഞാനിയാണ്, അവിടത്തേക്ക് ഇത് അറിയാൻ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം വേദനിക്കുന്ന കുടുംബങ്ങള്, നമുക്ക് അവർക്ക് വേണ്ടി ദൈവത്തിന് ആത്മാവ് പ്രേരിപ്പിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ്, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട മക്കള്, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരി, സഹോദരി നഷ്ടപ്പെട്ടവര്, ഇടവാങ്ങിൽ നിങ്ങൾ പ്രിയപ്പെട്ട വികാരിച്ച് നഷ്ടപ്പെട്ടു. ഈ അടുത്ത ദിവസം തലശ്ശേരി അതിരൂപതയിൽ നമ്മുടെ വണ്ടറച്ചൻ അനേകരും പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട അഭിവന്യ ജോർജ് ഞങ്ങളക്കാട്ട് പിതാവിനെ വിളിച്ചു. പിതാവ് പറഞ്ഞു, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. വണ്ടറച്ചൻ നല്ല ഒരു കർത്താവിൻ്റെ പുരോഹിതനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട പുരോഹിതനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഉറപ്പുണ്ട്, നമ്മോടൊപ്പമായിരുന്ന് വണ്ടറച്ചനിലൂടെ ദൈവം ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ സ്വർഗത്തിലിരുന്ന് അച്ഛൻ്റെ ആത്മാവിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് കഴിയും. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇതുപോലെ എത്രയോ വന്യ വൈദികരെ, എത്രയോ വിശുദ്ധരായ സിസ്റ്റേഴ്സ് സമർപ്പിതർ, എത്രയോ വിശുദ്ധിയോടെ ജീവിച്ച ദമ്പതിമാരെ, യുവജനങ്ങള്, പല യുവജനങ്ങളും ലോകം വിട്ടുപോയി. നമ്മൾ മനസ്സിലാക്കണം, ഈ വേർപാടിന് ദുഃഖം മൂലം വേദനിക്കുന്നതിൽ കർത്താവർക്ക് ആശ്വാസം കൊടുത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവ്, നമുക്ക് ചിലപ്പോൾ സങ്കടം വേദനയൊക്കെ ആണെങ്കിൽ കർത്താവിനത് അമൂല്യമാണ്. പിന്നെ നമ്മളൊക്കെ ചെന്ന് ചേരേണ്ട സ്ഥലമാണ് ഈ നിത്യഭവനം. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചവരെ പ്രതി
പ്രത്യാശയില്ലാത്തവരെ പോലെ ഇങ്ങനെ കരഞ്ഞിരിക്കരുത്, വിലപിച്ചിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണത്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോനാമം വിളിച്ച് കർത്താവിന്റെ സ്നേഹം അവിടെ വ്യാപരിക്കട്ടെ, ആശ്വാസം വ്യാപരിക്കട്ടെ, ഈശോയുടെ കംഫർട്ട് വ്യാപരിക്കട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ. നിത്യജീവന്റെ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ. ആശ്വാസം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. ദുഃഖം നൊമ്പരം വിട്ടുമാറി പോകട്ടെ. കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അക്കര നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. അക്കര നാട്ടിലെ നിത്യഭവനമോ എത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. ഈശോ, കഷ്ടവുമില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. ഈശോ, ഈശോ കൃപ കൊടുക്കണമേ. ഈശോ, ഈശോ കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. ആമേൻ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അതിനാൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ധൈര്യമുണ്ട്, ധൈര്യമുണ്ട്. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം കൂടി നിങ്ങൾ വചനത്തിൽ നിന്ന് പറയുകയാണ്. മറ്റൊന്നാണ് മോശയും ഇസ്രായേൽ ജനവും. മോശ വിശ്വാസ മണ്ഡലത്തിലായിരുന്നു, ഇസ്രായേൽ ജനം കാഴ്ചയുടെ ലോകത്തിലായിരുന്നു. നമുക്കൊരു എക്സ്ചേഞ്ച്, ഒരു കൈമാറ്റം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ പൊസിഷനൊന്ന് മാറണം. വിശ്വാസ റിലത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വളരുന്ന വിശ്വാസത്തിൻ്റെ ജീവിതങ്ങളായിട്ട് നമ്മൾ മാറ്റപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10-11 വചനങ്ങൾ. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി, തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, മരുഭൂമി ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. മരണത്തെ മുന്നിൽ കണ്ടു. എല്ലാം തീർന്നു, എല്ലാം നശിച്ചു. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. എല്ലാം അവസാനിച്ചു. ഇങ്ങനെ ചിന്തിക്കുന്ന ആയിരങ്ങൾ ഈ സമയ നാളുകളിലുണ്ട്. ഇനി എന്തിനാ ജീവിച്ചിട്ട് കാര്യം? എല്ലാം നശിച്ചില്ലേ? എല്ലാം തകർന്നില്ലേ? എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയില്ലേ? ഇനി എന്തോന്ന് ജീവിതം? എന്തിനാ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ഇസ്രായേൽക്കാരുടെ അതേ ഇവരിതുപോലെ ചിന്തിച്ചത്. വീണ്ടും വചനം പറയുന്നു 11-ാമത്തെ വചനത്തിൽ, അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തിരിക്കുന്നത്? ചതി ചെയ്തത്? ഈ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. മുൻപിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ചെങ്കടൽ നിൽക്കുക. ഇനി പുറകിലോട്ട് ഓടി രക്ഷപ്പെടാമെന്ന് വെച്ച് പുറകിൽ മഹാസൈന്യം പോലെ ഫറവോയുടെ സൈന്യം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇടതും വലതും കണ്ണെത്താ ദൂരത്ത് മരുഭൂമിയാണ്. നമ്മളാണ് മോശയുടെ സ്ഥാനത്തെങ്കിൽ നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മതി.
ഈ സമയത്ത് മോശയുടെ ആറ്റിറ്റ്യൂഡ്, മോശയുടെ പ്രതികരണം, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹാമാരിയുടെ നാളുകളിൽ, പ്രതിസന്ധിയുടെ ഈ സമയങ്ങളിൽ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട വിശ്വാസത്തിന്റെ നിലപാടിനെ കുറിച്ചാണ് പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് യാതൊന്നും അസാധ്യമല്ല, യാതൊന്നും അസാധ്യമല്ല. ഒരു പ്രതികൂലവും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ എന്താ കാണുന്നത്? മോശപ്രവാചകൻ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മോശപ്രവാചകൻ പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 14:13-14 വചനങ്ങൾ. എന്താ മോശപ്രവാചകൻ പറഞ്ഞു? മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാർ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഇതൊരു അതിശയോക്തിയുടെ വാക്കല്ല, ഇതൊന്നും ഇക്കിളിപ്പെടുത്തുന്ന വാക്കല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മ ശക്തിയിൽ പൂരിതനായി മോശപ്രവാചകൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ സൈന്യത്തെ നിങ്ങൾ കാണുകയില്ല, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാർ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിരാശയുടെ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ, ഇത് മനോധൈര്യമില്ലാത്ത വാക്കുകളല്ല, ഇത് മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളല്ല, ഇത് പ്രത്യാശയുടെ വാക്കുകളാ, വിശ്വാസത്തിന്റെ വാക്കുകളാ, ദൈവശക്തിയുടെ വാക്കുകളാ. മോശയ്ക്ക് എവിടുന്ന് കിട്ടി ധൈര്യം? പരിശുദ്ധാത്മാവ് നൽകി. മോശയ്ക്ക് പവർ കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈ സമയങ്ങളിൽ കൂടുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. സഭയിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രബലപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ അടങ്ങാത്ത ആഗ്രഹത്തോടെ, തീരാത്ത ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. Holy Spirit, Holy Spirit, ശക്തമായ അനോയിന്റിംഗ് ദൈവം അയക്കുന്നു. ഗ്ലോറി. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ഈശോ. കൃപ കൊടുക്കണമേ, കൃപ പകരണമേ, സൗഖ്യം പകരണമേ, അഭിഷേകം പകരണമേ, ഡെലിവറൻസ് കൊടുക്കണമേ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, കൃപ ചലിക്കട്ടെ, ദൈവ കരുണയുടെ തീമഴ പെയ്തിറങ്ങട്ടെ. ഈശോ. സ്തുതിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ വിളിക്കേ, ചങ്കുവട്ടി വിളിക്കേ. ഈശോയെ, ഞങ്ങളുടെ ഈശോയെ, ഈശോ എന്നെ തൊടണേ, ആമേൻ. എന്നെ തൊടണേ, എന്റെ ഈശോ 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 എന്നെ തൊടണേ. ആമേൻ. ഒഴുകട്ടെ. ഈശോയെ നന്ദി. മോശ പ്രവാചകൻ ആ വലിയ പ്രതിസന്ധിയെ, ആ വലിയ പ്രതികൂലത്തെ വിശ്വാസത്താൽ അതിജീവിക്കുകയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. തൻ്റെ ജനത്തിൻ്റെ മധ്യ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. കടലിൻ്റെ അടിഭാഗം വരണ്ട നിലമായി ഉണങ്ങിയ ഭൂമിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റി. തൻ്റെ ജനത്തിനു വേണ്ടി എത്ര വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്.
ഞാൻ ആവർത്തിച്ച വചനം പറയാം, വിശ്വാസത്താലാണ്. വാക്ക് ബൈ ഫെയ്ത്ത്, വാക്ക് ബൈ ഫെയ്ത്ത്, വാക്ക് ബൈ ഫെയ്ത്ത്. ഞങ്ങളെല്ലാം ചെയ്യുന്നത് വിശ്വാസത്താലാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഷെക്കേന ഈ ന്യൂസ് ചാനല് കർത്താവ് തന്നെ ജനത്തിന് സമ്മാനിച്ചപ്പോൾ ഇത് നടത്തിക്കൊണ്ടു പോകുവാനുള്ള പ്രാരാബ്ധങ്ങളും ഓരോ മാസവും ലക്ഷങ്ങളുടെ ആവശ്യകതയെല്ലാം പെരുകി വന്നപ്പോൾ നടുകടലിൽ ഒരു വഞ്ചി ഇങ്ങനെ വട്ടം കറങ്ങുന്നത് പോലെ തോന്നി. ലക്ഷ്യം കാണാൻ കഴിയാത്ത വിധം എന്തായി തീരും, ഒരുപാട് ആശങ്കകൾ ആകുലതകളൊക്കെ പിടികൂടിയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദിവസങ്ങളോളം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ധൈര്യം തരണേ, പരിശുദ്ധാത്മാവ് തീഷ്ണത തരണേ, ഈ മിഷൻ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം തരണേ, അറിവ് തരണേ, വിവേകം തരണേ, ആലോചന തരണേ, ജനത്തിന് ആവശ്യമായ പ്രവചനങ്ങളും വെളിപാടുകളും ഈ ചാനലിലൂടെ നൽകുവാൻ പരിശുദ്ധാത്മാവെ പ്രാപ്തമാക്കണമേ. അങ്ങനെ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മുള്ളിൽ പ്രകാശിപ്പിച്ച വചനമാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഒരു പരസ്യങ്ങൾ ഇതിന് വേണ്ട. ഇതിൻ്റെ വരുമാനം ഞാൻ തന്നെയാണ്, ഇതിൻ്റെ പ്രതിഫലം ഞാൻ തന്നെയാണ്, ഞാനാണ് ഈ ചാനലിൻ്റെ സമ്പത്ത്, ഞാൻ പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഞെരുക്കത്തിൻ്റെ സമയത്ത് എല്ലാം കൈവിട്ടു പോകുമോ എന്ന് ചിന്തിച്ച സമയം വരെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തി. ജീസസ് ജീസസ്. ഇന്ന് അനേകർ പലപ്പോഴും പറയാറുണ്ട്, ബ്രദറെ, ഈ മഹാമാരിയുടെ നാളിൽ ഷെക്കേന വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല, പലരിത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. തൻ്റെ ജനത്തോടുള്ള കർത്താവിൻ്റെ കരുണ ഈ മഹാമാരിയുടെ നാളുകളിൽ നമുക്കിതൊന്നും അറിയില്ല, ഇങ്ങനെ കോവിഡ് വരും, മഹാമാരി ഉണ്ടാകുന്നെന്ന്. പക്ഷെ കർത്താവ് തന്നെ ജ്ഞാനത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നമേ തന്നെ ഈ ലൈവ് പ്രോഗ്രാമുകളൊക്കെ ജനത്തിന് കൊടുക്കാൻ വേണ്ടി, ധ്യാനങ്ങളാകട്ടെ, കൺവെൻഷനാകട്ടെ, കുർബാനകളാകട്ടെ, മറ്റ് ലൈവ് ഇൻട്രാക്ഷൻസ് ആകട്ടെ, ഇത് ന്യൂസ് ലൈസൻസ് ആയതുകൊണ്ട് ലൈവുകളെല്ലാം തത്സമയമായിട്ട് ജനത്തിന് ഇതെല്ലാം കൊടുക്കുമാറ് പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ളൊരു ചാനൽ ഡിസൈൻ ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എത്ര അത്ഭുതകരമായിട്ട് നമ്മളെ പരിപാലിക്കുന്നു. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാം വിശ്വാസത്താൽ ചെയ്യുക, എല്ലാം വിശ്വാസത്താൽ ചെയ്യുക. വിശ്വാസത്തിന് ഭയങ്കര പവറാണ് പ്രിയപ്പെട്ടവരെ. അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. ഇതിൻ്റെ അച്ചാരം പരിശുദ്ധാത്മാവാണ്, ഡെപ്പോസിറ്റ് പരിശുദ്ധാത്മാവാണ്, ഇതിൻ്റെ മുദ്ര പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് പ്രദാനം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞ്, വചനത്തിൽ നിന്ന് ചെറിയൊരു കാര്യം പറഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട 2-3 അനൗൺസ്മെൻറ്റുകളും അതിനുശേഷം നമ്മൾ ഒരുമിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വിശ്വാസ മണ്ഡലത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു പത്രോസ്ലീഹ. താൻ തൻ്റെ തല വെട്ടി തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പത്രോസ്ലീഹ അറിഞ്ഞിട്ട് പത്രോസ്ലീഹ എന്താ ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 6-ാം വചനത്തിലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 12:6 പരിധി വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിനെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. നാളെ പ്രഭാതത്തിൽ തൻ്റെ തല വെട്ടി തന്നെ കൊല്ലാൻ പോവാണ്, താൻ മരിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പലരും വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ICUവിൽ കിടക്കുമ്പോൾ, ഓക്സിജൻ കിട്ടാതെ അസ്വസ്ഥപ്പെടുമ്പോൾ, അല്ല ഓക്സിജൻ ലെവൽ ഡൗൺ ആയി പോകുന്നതെന്ന് അറിയുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നൊരു ഭയമുണ്ട്, നമുക്കുണ്ടാകുന്നൊരു വേദനയും നൊമ്പരമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ ശരിക്കും ധ്യാനിക്കണം. ഈ വചനത്തിലൂടെ ജീവൻ ആത്മാവ് തരും, ഈ വചനത്തിലൂടെ സൗഖ്യം പരിശുദ്ധാത്മാവ് തരും. നാളെ പരസ്യ വിചാരണയ്ക്ക് ശേഷം തന്നെ കൊല്ലാൻ പോവാണെന്ന് പത്രോസ്ലീഹ അറിഞ്ഞിട്ട് നമ്മളെങ്ങാനും നാളെ മരിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഇന്ന് രാത്രിയോ എത്ര പേർക്ക് ഉറങ്ങാൻ പോയിട്ട് നമ്മുടെ പ്രഷർ അപ്പം കൂടും. ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ അറ്റാക്ക് സംഭവിക്കും.
എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിങ്ങളിവിടെ ചിന്തിക്കണം. നാളെ തൻ്റെ തല വെട്ടി തന്നെ വധിക്കാൻ പോവുകയാണെന്ന് പത്രോസ്ലീഗ അറിഞ്ഞിട്ട് 2 പടയാളികളുടെ മധ്യേ പത്രോസ്ലീഗ എന്ത് ചെയ്യായിരുന്നു? പരിശുദ്ധാത്മ പറയുന്നത്, ഉറങ്ങുകയായിരുന്നു. ഒരു ടെൻഷനുമില്ല, ഒരു അസ്വസ്ഥതയുമില്ല. നോ ടെൻഷൻ, നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ആയിരുന്നു. അതാണ് പരിശുദ്ധാത്മാവിന്റെ പവർ. ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള, പരിശുദ്ധാത്മ ശക്തിയുള്ള, പരിശുദ്ധാത്മ മുദ്രയുള്ള ഒരു വിശ്വാസിയുടെ പ്രത്യേകത ഇതാണ്. ഈ ഒരു അനോയിന്റിംഗ് ആണ് നമ്മൾ ഇന്ന് പ്രാപിക്കേണ്ടത്. ഇതാണ് ഈശോ നമുക്ക് തരുന്നത്. നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല. കാരണം പത്രോസിലേക്ക് അറിയാം, ഈ തല പോയി അടുത്ത സമയം കർത്താവിൻ്റെ അടുത്തല്ലേ, കർത്താവിനോട് കൂടെ നിത്യ മഹത്വത്തിൽ, കർത്താവിനോട് കൂടെ ഇറ്റേണൽ ഗ്ലോറിയിൽ. ഇതാണ് വിശ്വാസത്തിൽ പത്രോസിലേക്ക് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വെളിപാടിൽ നമ്മൾ ജീവിക്കുക, ഇനിയുള്ള നാളുകൾ ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രത്യാശയിൽ നമ്മൾ വളർത്തണം. വളരെ കോമ്പറ്റീറ്റീവായി ലോകത്തിൽ മത്സരിച്ച് എങ്ങനെയെങ്കിലും നാളെ കാശുണ്ടാക്കണം, ഏത് വിധേയനാണ് കുറച്ച് പണമുണ്ടാക്കാൻ, അവരെ ഈ ലോകത്തിന് ഉന്നത സ്ഥാനങ്ങളിൽ കർത്താവിന് യോഗ്യമല്ലാത്ത വിധത്തിലാണെങ്കിൽ അങ്ങനെ പെരുമാറി പ്രവർത്തിച്ച് അവരെത്തിക്കാനല്ല നമ്മൾ ധൃതി കൂട്ടേണ്ടത്. അതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി, ഈ കോവിഡ്, ഈ മഹാമാരിയിലൂടെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കി. നമ്മളിനി തിരിച്ചറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിത്യജീവന് പ്രത്യാശ കൊടുക്കണം. പക്ഷെ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കള് കുഞ്ഞുനാളിൽ തന്നെ അവർക്ക് സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ബോധ്യം കൊടുത്തതുപോലെ മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്ക് ബോധ്യങ്ങൾ കൊടുക്കണം, പ്രത്യാശ കൊടുക്കണം. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 9, 10, 11 വചനങ്ങളിലെ അവിടെ അബ്രഹാമും ലോത്തുണ്ട്. അബ്രഹാം വിശ്വാസ മണ്ഡലത്തിൽ ജീവിച്ചവനായിരുന്നു, ലോത്ത് കാഴ്ചയുടെ ലോകത്തിലായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ജോർദാൻ സമതലം മുഴുവൻ ഫലഭൂഷ്ടിയുള്ള മണ്ണാണെന്ന് കണ്ട് ലോത്ത് മുഴുവൻ അത് കൈക്കലാക്കുകയാണ്. അബ്രഹാമിന് കിട്ടിയത് ഒരു മൊട്ടക്കുന്നുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നഷ്ടപ്പെട്ടു പോയതിനോട് നമ്മൾ അസ്വസ്ഥരാകരുത്, നമ്മൾ നഷ്ടധൈര്യരാകരുത്. ഇവിടെ അബ്രഹാം, അവനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടായി. പക്ഷെ അബ്രഹാം പ്രത്യാശിച്ചു, അബ്രഹാം സന്തോഷിച്ചു, അബ്രഹാം ആനന്ദിച്ചു, അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാണ് വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത. കാരണം അബ്രഹാമിന് മനസ്സിലായി, ഈ സമതലവും ഈ ഫലഭൂഷ്ടിയുള്ള മണ്ണും ഈ കോടികളുടെ സമ്പാദ്യവും നല്ല പ്രധാനപ്പെട്ട കാര്യം, ദൈവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിത്യജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഒരു വെളിപാട് അബ്രഹാമിനുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, ലോത്ത് നശിച്ചു പോയി. അബ്രഹാമോ അവൻ അനേകം വിശ്വാസികളുടെ പിതാവായി. ഒരൊറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി 15:1 നമുക്കെടുക്കാം. എന്താ പറയുന്നത്? ഉൽപ്പത്തി 15:1. അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. ഇതാണ് ദൈവമക്കളെ. ചിലപ്പോൾ ചില വിശ്വാസത്തെ പ്രതി ചില നഷ്ടപ്പെടലുകളും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ കൃപയായി സ്വീകരിക്കുമ്പോൾ ദൈവം തുണയായി, ദൈവം സമ്പത്തായി, ദൈവം പ്രതിഫലമായിട്ട് മാറും. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും തളരില്ല, അവരൊന്നും തകരില്ല. തക്ക സമയത്ത് വേണ്ടതൊക്കെ ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ അനുഗ്രഹിക്കും, മക്കളെ അനുഗ്രഹിക്കും, കൊച്ചുമക്കളെ, പേരക്കുട്ടികളെ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ അപ്പച്ച അമ്മച്ചി ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേണോ? എൻ്റെ സഹോദര സഹോദരി ഇതിനേക്കാൾ വലിയ നന്മ കർത്താവിൽ നിന്ന് നമുക്ക് വേണോ? ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. പൗലോസിൻ്റെ വാക്കുകൾ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. കാഴ്ചയുടെ ഈ ലോകമൊക്കെ വിട്ടുകളഞ്ഞ് വിശ്വാസത്തെ മുറുകെ പിടിച്ച് വിശ്വാസ മണ്ഡലത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെടാൻ, പരിശുദ്ധാത്മാവിൽ പ്രത്യാശിക്കാൻ,
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിൽ സഹിക്കാൻ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ, പരിശുദ്ധാത്മാവിൽ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിൽ തീഷ്ണതയോടെ 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 കത്തിജ്വലിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമാകട്ടെ. അതിന് കർത്താവ് നമ്മെല്ലാം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. 40 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ ഈ മഹാമാരിയും പ്രകൃതിക്ഷോഭവും മറ്റു പല വിനാശങ്ങളും തകർച്ചകളും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും തിരിയേണ്ട സമയമായി. ദൈവത്തിന് ജനം പ്രാർത്ഥിക്കുന്നവരായി, പരിത്യാഗം ചെയ്യുന്നവരായി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വേണ്ടി, വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി, ദൈവനിഷേധികളായ ആത്മാക്കൾക്ക് വേണ്ടി, മന്നോഷരായ ആത്മാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ദൈവദൂഷകരായ ആത്മാക്കൾക്ക് വേണ്ടി, അനുസരണമില്ലാത്തവരെ, സാത്താൻ സേവകരെ, അബോഷൻ ചെയ്യുന്നവരെ, ഇങ്ങനെ വിവിധങ്ങളായ മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ, മാനസാന്തര അനുഭവം ഇല്ലാത്തവരെ, ഇവർക്കൊക്കെ വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ സഭയിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ. ആയിരങ്ങൾ സഭയിൽ ആത്മാവിൽ ഉണർത്തപ്പെടണം. എന്തിനു വേണ്ടി? സഹിച്ച് 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 പ്രാർത്ഥിക്കാൻ, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കാൻ. ഞാൻ ഈ വിഷയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം, കുറച്ച് നാളുകളായി ഈ ഒരു പ്രചോദനം തന്നുകൊണ്ടിരിക്കുക. പല അഭിമന്യ പിതാക്കന്മാരോട് സംസാരിച്ചു. ഞങ്ങൾ അതിരൂപതയിലെ പ്രിയപ്പെട്ട ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ്, ഞങ്ങൾക്ക് സ്വന്തം അപ്പനാണ്, പിതാവിനോട് സംസാരിച്ചു. പല പിതാക്കന്മാരോട് സംസാരിച്ചു, പറഞ്ഞു ഇനി ഇത് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, ഇനി ഇത് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ KCBC ഒക്കെ പ്രാർത്ഥനയുടെ ദിനങ്ങളാണെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പല ബഹുമാനപ്പെട്ട വൈദികരോട് ഞാനിത് പങ്കുവെച്ചപ്പോൾ എല്ലാവരും ശക്തമായ ഒരു 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 പ്രോത്സാഹനവും അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ആവശ്യമാണെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 40 ദിവസം, അത് അതിൻ്റെ ഡേറ്റ് നിങ്ങൾ അറിയിക്കുക. ഏകദേശം ഡേറ്റ് ജൂൺ മാസം 22 മുതൽ ജൂലൈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന 40 ദിവസത്തെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയാണ്. 40 ഡേയ്സ്. എല്ലാ ദിവസവും രാത്രി 9 മണി മുതലാണ് ശുശ്രൂഷ. ബഹുമാനപ്പെട്ട പരിത്യാഗ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ചൈതന്യ അഭിഷേകം കൊടുത്ത ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും. ഇപ്പോൾ നമ്മുടെ കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിക്കൊക്കെ അമ്മ മാതാവ് സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം ഈ നാളുകൾ വായിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10-25 വർഷങ്ങൾക്ക് മുമ്പ് റാണി ചേച്ചിക്ക് അമ്മ മാതാവ് കൊടുത്ത സന്ദേശം, ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്, സ്വർഗത്തിൻ്റെ വെളിപാടുകളാണിതൊക്കെ. പലപ്പോഴും പലരത് പുച്ഛിച്ച് തള്ളി, പലരത് വിശ്വസിച്ചില്ല, പലരും സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ അവഗണിച്ച് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഈ മഹാമാരികളൊക്കെ ഏകദേശം 25 കൊല്ലം മുൻപ് പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേകതയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഇതൊക്കെ വിശ്വസിച്ച് അനുസരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പല ദുരിതങ്ങൾ നമുക്കിന്ന് ഇന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇനിയും നമ്മളിതൊക്കെ അനുസരിക്കാൻ വൈകിപ്പോയാൽ ചിലപ്പോൾ വീണ്ടും പലതൊക്കെ സംഭവിക്കാൻ ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ വേദന മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള അച്ഛന്മാരും സമർപ്പിതരും അതുപോലെ ആത്മായ തീഷ്ണതയുള്ള ആത്മായ ശുശ്രൂഷകരും ഇങ്ങനെ കർത്താവ് പ്രത്യേകമായി ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂടി 40 ദിവസം ഷെക്കേന നമ്മുടെ ഈ ന്യൂസ് ചാനലിലൂടെ നമ്മൾ 40 ഡേയ്സിൻ്റെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ 40 ദിവസം കഴിയുമ്പോൾ അനേകരെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെ ചൈതന്യത്തിൽ ഉണർത്തിയിരിക്കും. ഹല്ലേലൂയ. അത് സ്വർഗത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഈ 2 ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഒന്ന് കൃതജ്ഞത ആരാധന ശുശ്രൂഷ, അത് ജൂൺ മാസം 9, 10, 11 തീയതികളിൽ, ഈ അടുത്ത ആഴ്ച ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ. പിന്നെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ, അത് ഡേറ്റ് നിങ്ങൾ കൃത്യം നിങ്ങൾ അറിയിക്കും.
നമ്മൾ ടെലിവിഷൻ്റെ പ്രൊമോസൊക്കെ ഉണ്ടായിരിക്കും. അത് ജൂൺ 22 മുതൽ ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജൂലൈ 31 തീരുന്നത് വരെ. അപ്പം എല്ലാവരും നന്നായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന 10,000 സഭയിൽ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെടുവാൻ നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ നിങ്ങൾ ഷെക്കേന ഈ ചാനലിന് ഓർക്കണം. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മ ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ടെലിവിഷനിലൂടെ ഷെക്കേന കിട്ടാത്ത 10,000 നിങ്ങൾ DTH സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരാ, ടാറ്റ സ്കൈ അല്ലെങ്കിൽ എയർടെൽ, ഡിഷ് TV, വീഡിയോകോണൊക്കെ ഉപയോഗിക്കുന്നവരാകാം. നമ്മൾ അതിൻ്റെ പ്രൊമോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ കോൾ സെൻറ്ററുകളിൽ വിളിച്ച് ശക്തമായിട്ട് ഡിമാൻഡ്, ഞങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ വേണം, നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. അതുപോലെ ഇമെയിൽ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ മെയിൽ ചെയ്തുകൊണ്ടും അവരുടെ അതിനെപ്പറ്റി കോർഡിനേറ്റ്സിനൊക്കെ വിളിച്ച ഫോൺ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് ടെലിവിഷനിൽ. അതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് ഡിമാൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നും ഷെക്കേന ഉണ്ടായിരിക്കണം. നമ്മൾ ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഗുഡ്നസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് ഉയർത്തിയ എല്ലാ ചാനലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ ഷെക്കേനയെ ഓർക്കണം. ഷെക്കേന ഈ ചാനൽ അനേകർക്ക് അനുഗ്രഹമായി മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിയുന്നതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ, ഒത്തിരി കഷ്ടങ്ങളുണ്ട് ഇത് നടത്തിക്കൊണ്ടു പോകാനായിട്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ദൈവമക്കളെ കഴിയുന്ന പോലെ നിങ്ങൾ സഹായിക്കണം. പ്രാർത്ഥിച്ചും സാമ്പത്തികമായും നിങ്ങൾ കഴിയുന്ന മറ്റു പല വിധത്തിലും ഈ മാധ്യമ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഈശോയുടെ രാജ്യത്തെ പടുത്തുയർത്താം.